students, welcome to Helicase Academy. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു എംബ്രിയോളജി ടോപ്പിക്കാണ്, ഫാരിഞ്ചൽ ആർച്ചസ്. അപ്പോൾ ഇതൊരു ഫ്രീക്വൻ്റ്ലി ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ എംബ്രിയോളജി എന്ത് ചോദിച്ചാലും നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഫസ്റ്റ് എഴുതുന്നുണ്ട് ഈ ഡെവലപ്മെൻറ്റ് എപ്പോഴാണ് ബിഗിൻ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമ്മുടെ ഹെഡ് ആൻഡ് നെക്ക് റീജിയൻ്റെ ഡെവലപ്മെൻറ്റ് ബിഗിൻ ചെയ്യുന്നത് 4th to 5th വീക്ക്, അതായത് നമ്മുടെ ഇൻട്രായൂട്രീൻ ലൈഫിൻ്റെ ഫസ്റ്റ് മന്തിൽ. അപ്പോഴാണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഫാരിഞ്ചൽ ആർച്ചസ് എവിടുന്നാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് അറിയോ? ഫോർഗട്ടിൽ നിന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫോർഗട്ടിൻ്റെ ഒരു സ്ട്രക്ചറും ഡെവലപ്മെൻറ്റും ഒക്കെ പഠിക്കാം. ഓക്കെ, ഈ ഡയഗ്രാം ഇത് നമ്മുടെ എംബ്രിയോൻ്റെ ലാറ്ററൽ വ്യൂ ആണ്. ഇതിൽ നോക്കിയേ, ഈ ഒരു ബൾജ് കാണുന്നില്ലേ? ഇതാണ് ഡോർസൽ ബൗണ്ടറിയിലുള്ള നമ്മുടെ ഡെവലപ്പിംഗ് ബ്രെയിൻ. ഈ ഒരു ബൾജ് അതാണ് നമ്മുടെ ഫ്യൂച്ചർ ഹെഡ്. ഓക്കെ, അതിൻ്റെ താഴെയായിട്ടുള്ള വെൻട്രൽ ബൗണ്ടറി, ഈ ഒരു ബൾജ് കണ്ടോ? അതാണ് പെരികാർഡിയൽ ബൾജ്. ഈ പെരികാർഡിയൽ ബൾജാണ് നമ്മുടെ ഫ്യൂച്ചർ തൊറാക്സ്. അപ്പോൾ ഈ രണ്ട് ബൾജിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇത് അതാണ് സ്റ്റൊമറ്റേഡിയം. ഈ സ്റ്റൊമറ്റേഡിയം ആണ് നമ്മുടെ ഫ്യൂച്ചർ മൗത്ത്. ഓക്കെ, അപ്പോൾ ഒരു ബ്രീഫ് ഐഡിയ കിട്ടിയല്ലോ. ഇനി ഈ സ്റ്റൊമറ്റേഡിയത്തിൻ്റെ ഈ ബൾജിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു സർഫസിലുണ്ടാവുന്ന തിക്കനിങ്ങിനെയാണ് നമ്മൾ ഫാരിഞ്ചൽ ആർച്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഫോർഗട്ടിൻ്റെ ഒരു കൊറോണൽ സെക്ഷനിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ഇതാണ് നമ്മുടെ കൊറോണൽ സെക്ഷൻ ഓഫ് ഫോർഗട്ട്. ഇതിനകത്ത് കാണുന്ന ഈ ഒരു സർഫസാണ് നമ്മുടെ ഫാരിങ്സ്, പ്രിമിറ്റീവ് ഫാരിങ്സ്. ഈ ഒരു മെംബ്രെയിൻ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു മെംബ്രെയിനാണ് ബക്കോ ഫാരിഞ്ചൽ മെംബ്രെയിൻ. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതിൻ്റെ ലെയേഴ്സ് ആണ്. ഇതേ നോക്കിയേ, ഈ പുറത്ത് ഔട്ട്സൈഡ് കാണുന്ന ഈ ലെയറാണ് എക്ടോഡേം. ഓക്കെ, ഔട്ട്സൈഡ് എക്ടോഡേം. ഇനി ഇൻസൈഡ് ഉള്ളതിന് എന്താ പറയുക? എൻഡോഡേം. ഇൻസൈഡ് എൻഡോഡേം. അപ്പോൾ ഇതിൻ്റെ നടുക്കുള്ള പോർഷനെ നമ്മൾ എന്താ പറയുക? മീസോഡേം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഓർക്കാന്ന് നോക്കിയേ. ഔട്ട് എക്ടോ, രണ്ടിടത്ത് ടി ഉണ്ട്. ഇൻ എന്നുണ്ട്, എൻറ്റോ. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. എക്ടോ ഔട്ട്സൈഡും എൻഡോ ഇൻസൈഡും. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇടയ്ക്കുള്ളത് മീസോഡേം. അപ്പം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ മീസോഡേം ആണ്. ഈ മീസോഡേമിൽ ഉണ്ടാകുന്ന തിക്കനിങ്സിനെയാണ് നമ്മൾ ഫാരിഞ്ചൽ ആർച്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡയഗ്രാമിൽ അത് നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. നമ്മുടെ ഇവിടെ ഇങ്ങനെ തിക്കനിങ്സ് ഫോം ചെയ്തു, അതിനെ നമ്മൾ ഫാരിഞ്ചൽ ആർച്ച് എന്ന് പറയാം. അങ്ങനെ 6 നമ്പേഴ്സാണ് ഉള്ളത്. ഈ 6th 5th വൺ പതിയെ ഡിസപ്പിയർ ആവും. അപ്പോൾ ടോട്ടൽ നമ്പർ ലാസ്റ്റ് പറയുവാണെങ്കിൽ നമുക്ക് 5 ഫാരിഞ്ചൽ ആർച്ചസ് ആണ് ഉള്ളത്. അപ്പം ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ മീസോഡേം തിക്കനിങ്, ദാറ്റ് ഈസ് നോൺ ആസ് ഫാരിഞ്ചൽ ആർച്ച്. ഇനി അതേസമയം നമ്മുടെ എക്ടോഡേമിനും എൻഡോഡേമിനും എന്താ പറ്റുക? എക്ടോഡേം, അതായത് നമ്മുടെ ഈ ഫാരിഞ്ചൽ ആർച്ചിൻ്റെ ഔട്ട്സൈഡ് പോർഷനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു സ്ട്രക്ചർ ഉണ്ടോ, അതാണ് ക്ലെഫ്റ്റ്. എക്ടോഡേം എന്ന് പറഞ്ഞാൽ ക്ലെഫ്റ്റ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ എക്ടോഡേം. നമ്മുടെ ഇൻവേർട്സിലോട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്ലേസിന് പറയുന്നതാണ് ക്ലെഫ്റ്റ്. ഓക്കെ, അപ്പം എക്ടോഡേമൽ ക്ലെഫ്റ്റ് അത് കഴിഞ്ഞല്ലോ. ഇനി അടുത്ത ഉള്ളിൽ എന്താ സംഭവിക്കുക? നമ്മുടെ ഇൻസൈഡിൽ നമ്മുടെ ഈ ആർച്ചസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ഏരിയ ആണ് പൗച്ചസ് കേട്ടോ. ഫാരിഞ്ചൽ പൗച്ച്, അതായത് എക്ടോഡേം നമ്മുടെ ഔട്ട്വേർഡിലോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുക. ഓക്കെ, അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന അതിനെ നമ്മൾ പൗച്ച് എന്ന് പറയും. അപ്പം എക്ടോഡേമിനെ നമ്മൾ ക്ലെഫ്റ്റ് എന്നും പറയും. എൻഡോഡേമിൽ സെപ്പറേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ പൗച്ചസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കിത് ടി, അപ്പോൾ ഈ ടി വരുന്നതെല്ലാം ഔട്ട് ടി, എക്ടോ ടി, ക്ലെഫ്റ്റ് ടി. അപ്പോൾ അത് മൂന്നും ഓർക്കാമല്ലോ. പിന്നെ മീസോഡേമിൽ വരുന്നത് നമ്മുടെ തിക്കനിങ് ആർച്ചാണ്. ഇനി എൻഡോഡേമിൽ വരുന്ന ഇൻസൈഡുള്ള എൻഡോഡേമിൽ വരുന്നത് പൗച്ചസ്. ഓക്കെ, അപ്പോൾ മൂന്നും ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പം നമുക്കിനി ഓരോ ആർച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പം ആദ്യം നമ്മൾ പറയാൻ പോകുന്ന ഫസ്റ്റ് ആർച്ച്. ഫസ്റ്റ് ആർച്ചിൻ്റെ വേറൊരു പേരെന്താ? മാൻഡിബുലാർ ആർച്ച്. ഓക്കെ, അപ്പം ഓരോ ഫാരിഞ്ചൽ ആർച്ചിന്നും 5 സ്ട്രക്ചേഴ്സാണ് ഉണ്ടാവുന്നത്. അതിലൊരു കാർട്ടിലേജ് ഉണ്ട്, ഒരു ആർട്ടറി ഉണ്ട്, ഒരു നെർവ് ഉണ്ട്, സ്കെൽറ്റൽ കമ്പോണൻസ് ഉണ്ട്, മസിൽസ് ഉണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ആർച്ചിൻ്റെയും സെക്കൻഡ് ആർച്ചിൻ്റെയും ഈ ഡെവലപ്പ് ചെയ്യുന്ന ഓരോ കമ്പോണൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പം ജസ്റ്റ് കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ്, നമ്മൾ ഫസ്റ്റ് ആർച്ചിൽ പഠിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാം എം വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. എം വെച്ചിട്ട് ഇതേ നോക്കി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് അതിൻ്റെ കാർട്ടിലേജിൻ്റെ പേരാണ് മെക്കൽസ് കാർട്ടിലേജ്. ഓക്കെ, എന്താ? മെക്കൽസ് കാർട്ടിലേജ്. ഇനി അതിൻ്റെ ആർട്ടറിയിലോട്ട് വരാം. ഏതാണ് ഫസ്റ്റ് ആർച്ചിൻ്റെ ആർട്ടറി? മാക്സിലറി ആർട്ടറി. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ആർച്ച് എല്ലാം നമ്മുടെ ഒരു മാക്സിലറി മാൻഡിബുലാർ ആ ഒരു ഏരിയയിലുള്ള. അപ്പോൾ അതിന് സപ്ലൈ ചെയ്യുന്ന നെർവ് ഏതാ? ഒന്ന് ഓർത്ത് നോക്കിയാൽ മാക്സിലറി ഡിവിഷൻ, മാൻഡിബുലാർ ഡിവിഷനൊക്കെ എന്തിൻ്റെ ബ്രാഞ്ച്? ട്രൈജെമിനൽ നെർവ്. അപ്പോൾ അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ട്രൈജെമിനൽ നെർവാണ് നമ്മുടെ ഫസ്റ്റ് ആർച്ചിൻ്റെ നെർവ്.
ഇനി അടുത്ത പറയാൻ പോകുന്നത് സ്കെൽറ്റൽ കമ്പോണൻസ്. അപ്പോൾ സ്കെൽറ്റൽ കമ്പോണൻസ് കുറച്ച് ഏറെയുണ്ട്, ഡോർസൽ പാർട്ടിൽ നിന്നും വെൻട്രൽ പാർട്ടിലോട്ടുള്ള. ഡോർസൽ പാർട്ട് നമുക്ക് ആദ്യം പറയാം. നമ്മുടെ ഇവിടുന്ന് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാക്സില. ഓക്കെ, മാക്സിലയുടെ തൊട്ട് ബാക്കിലായിട്ട് എന്താ ഉള്ളത്, നമ്മുടെ പാലറ്റൈൻ ബോൺ ഉണ്ട്. ഓക്കെ, പിന്നെ ഈ ഭാഗത്തായിട്ടുള്ള എന്താ, സൈഗോമാറ്റിക് ബോൺ. കുറച്ചും കൂടി ഇങ്ങോട്ട് വരുമ്പോൾ ഏതാ, ടെമ്പോറൽ ബോൺ. അപ്പോൾ ഈ ഒരു ഏരിയ ഇത്ര നമ്മൾ കവർ ചെയ്തു. അതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് ആർച്ചിൽ ഡോർസൽ പാർട്ടിൽ നിന്ന്. ഇനി വെൻട്രൽ പാർട്ട് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ താഴെ നമ്മുടെ മാൻഡിബിൾ, ഫ്യൂച്ചർ മാൻഡിബിൾ, പിന്നെ നമ്മുടെ ഇയറിൻ്റെ മാലിയസ് ബോൺ ഇവിടുന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ സ്ഫീനോ മാൻഡിബുലാർ ലിഗമെൻറ്റ്. ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ മറന്നു പോകാൻ ചാൻസ് ഉള്ള ഒരെണ്ണം, സ്ഫീനോ മാൻഡിബുലാർ ലിഗമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയാണ് ഇതിൻ്റെ സ്കെൽറ്റൽ എലമെൻറ്റ്. ഇനി ലാസ്റ്റ് വന്നിട്ട് മസിൽസ്. അപ്പോൾ മാക്സില മാൻഡിബിൾ ഏരിയയിലാകുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മസിൽസ് ഏതാ, മസിൽസ് ഓഫ് മാസ്റ്റിക്കേഷൻ. ഓക്കെ, അപ്പം അതാണ് ഫസ്റ്റ് ആർച്ചിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന മസിൽസ്. അപ്പോൾ ഓരോന്നും എടുത്ത് പറയാം കേട്ടോ, മസിൽസ് ഓഫ് മാസ്റ്റിക്കേഷനിൽ. പിന്നെ നമ്മുടെ മാൻഡിബുലാർ ഏരിയയിലുള്ള എന്താ, മൈലോ ഹയോഡ് ഉണ്ട്. പിന്നെ നമ്മുടെ അവിടെ കാണുന്ന ഒരു മസിൽ ഡൈഗാസ്ട്രിക്കിൻ്റെ ആൻറ്റീരിയർ ബെല്ലി. ഓക്കെ, ആൻറ്റീരിയർ ബെല്ലി ഓഫ് ഡൈഗാസ്ട്രിക്. ഇനി 2 T ഉണ്ട്, ടെൻസർ വേലെ പാലറ്റിനെ ആൻഡ് ടെൻസർ ടിംപാനി. എന്താ, ടെൻസർ വേലെ പാലറ്റിനെ ആൻഡ് ടെൻസർ ടിംപാനി. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം M വെച്ച് തുടങ്ങുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ആർച്ച്. എക്സ്ട്രാ വരുന്നത് നമ്മുടെ മസിലിലെ 2 T ആണ്, ടെൻസർ വേലെ പാലറ്റിനെ, ടെൻസർ ടിംപാനി. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിച്ച് കാണുന്ന ഈ ഫസ്റ്റ് ആർച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നല്ല തറവായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ആർച്ചിലോട്ട് പോകാം. സെക്കൻഡ് ആർച്ചിൻ്റെ വേറൊരു പേരെന്താ, ഹയോയിഡ് ആർച്ച്. ഓക്കെ, അപ്പം അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കാർട്ടിലേജ്. ആദ്യത്തെ കാർട്ടിലേജ് മെക്കൽസ് ആയിരുന്നല്ലോ, സെക്കൻഡിൻ്റെ റിക്കേർഡ്സ് കാർട്ടിലേജ്. ഓക്കെ, ഇനി അടുത്തത് ആർട്ടറി. ഇത് ഓൾറെഡി ഹയോയിഡ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഒരു ആർട്ടറി ഹയോയിഡ് ആർട്ടറിയാണ്. ഇനിയുള്ള എന്നാണ് സ്റ്റപ്പീഡിയൽ ആർട്ടറി. അപ്പം നമ്മൾ ഓർത്തെ ആദ്യത്തെ ആർച്ചിൽ നമ്മൾ പറഞ്ഞു എല്ലാം M വെച്ചിട്ടാണ് തുടങ്ങുന്നതെന്ന്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം S വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതേ നോക്കിയേ, സ്റ്റപ്പീഡിയൽ ആർട്ടറി. ഓക്കെ, ഇനി നെർവ് വരുന്നത് 7th cranial nerve. ഏതാണ് നമ്മുടെ 7th cranial nerve? നമ്മുടെ ഫേഷ്യൽ നെർവ്. ഓക്കെ, 7th cranial nerve ആയ നമ്മുടെ ഫേഷ്യൽ നെർവ്. ഓക്കെ, ഇനി അടുത്ത സ്കെൽറ്റൽ എലിമെൻ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. S വെച്ചിട്ട് തുടങ്ങുന്ന സ്റ്റെപ്പീസ് നമ്മുടെ മിഡിൽ ഇയറിലുള്ളൊരു ബോണാണ്. പിന്നെ സ്റ്റൈലോയിഡ് പ്രോസസ്സ്, ഹയോയിഡ് ഉള്ളതുകൊണ്ട് സ്റ്റൈലോ ഹയോയിഡ്. പിന്നെ ഹയോയിഡിൻ്റെ അപ്പർ ബോഡി ലെസർ ബോൺ, ഹയോയിഡ് ബോൺ എന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഇതെല്ലാമാണ് നമ്മുടെ സ്കെൽറ്റൽ എലമെൻറ്റ്സ്. ഇനി മസിൽസിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ്റെ ഓൾമോസ്റ്റ് എല്ലാ മസിൽസും ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ സെക്കൻഡ് ആർച്ചിൽ നിന്നാണ്. കാരണം അതിനെല്ലാം സപ്ലൈ ചെയ്യുന്ന ഫേഷ്യൽ നെർവ് അല്ലേ, അങ്ങനെ ഓർത്ത് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ഉള്ളത് സ്റ്റപ്പീഡിയസ്, സ്റ്റൈലോഹയോയിഡ്, പ്ലാറ്റിസ്മ, ആൻറ്റീരിയർ ബെല്ലി ഓഫ് ഡൈഗാസ്ട്രിക് നമ്മൾ ആദ്യത്തേൽ പറഞ്ഞു. അതിൻ്റെ പോസ്റ്റീരിയർ ബെല്ലിയെ സപ്ലൈ ചെയ്യുന്നത് സെക്കൻഡ് ആർച്ചാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ നിന്ന് ഉള്ള സ്ട്രക്ചേഴ്സ്. ഈസി ആണല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആർച്ചും സെക്കൻഡ് ആർച്ചും നമ്മൾ തറവായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാരിഞ്ചൽ ക്ലെഫ്റ്റിനെ കുറിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു ഔട്ട്സൈഡ് എക്ടോഡേമിലുള്ളതാണ് ക്ലെഫ്റ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലെഫ്റ്റിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ എക്സ്റ്റേണൽ ഓഡിറ്ററി മിയാറ്റസ് ആണ്. ഓക്കെ, ഇനി സെക്കൻഡും തേർഡും ഫോർത്തും എന്നൊക്കെ പറയുമ്പോഴത്തേന് ടെമ്പററി ആയിട്ടുള്ള സെർവൈക്കൽ സൈനസസ് ഫോം ചെയ്യുള്ളൂ. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അറ്റ്ലീസ്റ്റ് ഈ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. എക്സ്റ്റേണൽ ഓഡിറ്ററി മിയാറ്റസ് എവിടെ നിന്നാണ്, നമ്മുടെ ഫസ്റ്റ് ക്ലെഫ്റ്റിൽ നിന്നാണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താ, അകത്തെന്താ ഉള്ളത്, എൻഡോഡേമിൽ പൗച്ചസ്, ഫാരിഞ്ചൽ പൗച്ചസ്. അപ്പം മൊത്തത്തിൽ ആക്ച്വലി ഒരു 5 പെയർ ഓഫ് പൗച്ചസ് ആണ് ഉള്ളത്. അതിനകത്ത് 4 എണ്ണമാണ് ഓരോ സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ ഫോം ചെയ്യുന്നത് നമ്മുടെ മിഡിൽ ഇയർ ഈസ്റ്റ്യൂഷ്യൻ ട്യൂബും മിഡിൽ ഇയർ ക്യാവിറ്റിയാണ്. സെക്കൻഡ് വൺ നമ്മുടെ പാലറ്റൈൻ ടോൺസിൽസ്. ഓക്കെ, തേർഡും ഫോർത്തും നമ്മുടെ പാരാതൈറോയിഡ് എന്ന് ഓർത്താൽ മതി. തേർഡ് വൺ ഇൻഫീരിയർ പാരാതൈറോയിഡും ഫോർത്ത് വൺ സുപ്പീരിയർ പാരാതൈറോയിഡും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പൗച്ചസ് എന്നുള്ള ഡെറിവേറ്റീവ്സ്. ഓക്കെ, സോ this is all about pharyngeal arches. നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.